ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 5-ലെ ഫിഗർ ഇറ്റ് ഔട്ടിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Why are 1, 3, 6, 10, 15 called triangular numbers? Why are 1, 4, 9, 16, 25 called square numbers or squares? Why are 1, 8, 27, 64, 125 called cubes? ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഈ നമ്പേഴ്സിനെ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് 1, 3, 6, 10, 15 ആർ കോൾഡ് ട്രയാങ്കുലർ നമ്പേഴ്സ്? ബിക്കോസ് ദേ ക്യാൻ ബി അറേഞ്ച് ടു ഫോം ആൻ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് 1, 3, 6, 10, 15 ഒക്കെ നമുക്ക് ഈക്വിലേറ്ററൽ ട്രയാങ്കിളിലായിട്ട് നമുക്ക് അതിനെ ഫോം ചെയ്യാനായിട്ട് പറ്റി, അല്ലേ? ഇതാ ഇവിടെ നോക്കിയേ, 1, 3, 6, 10, 15 ഒക്കെ നമുക്ക് ട്രയാങ്കിളായിട്ട് ഫോം ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഇതിനെ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി 1, 4, 9, 16, 25 ഇതിനെയൊക്കെ നമുക്ക് സ്ക്വയറിൽ ഫോം ചെയ്യാൻ പറ്റി, അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. 1, 8, 27, 64, 125 ഇതിനെയൊക്കെ നമുക്ക് ക്യൂബിൻ്റെ ഫോമിലാക്കാൻ പറ്റി, അതുകൊണ്ടാണ് ഇതിനെ ക്യൂബ്സ് എന്ന് വിളിക്കുന്നത്. ഞാൻ ഓൾറെഡി ആൻസർ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. These are called square numbers because they can be arranged in form of perfect square shape. അടുത്തത് because these numbers can form perfect cube with dots. അപ്പോൾ ഇതിനെ നമുക്ക് ക്യൂബായിട്ട് ചെയ്യാൻ പറ്റി, ഇതിനെ നമുക്ക് സ്ക്വയർ ആയിട്ട് ചെയ്യാൻ പറ്റി, ഇതിനെ ട്രയാങ്കിൾസ് ആയിട്ട് ചെയ്യാൻ പറ്റി, അതുകൊണ്ടാണ് ഈ പേരുകളിൽ ഇതിനെ അറിയപ്പെടുന്നത്. ഇനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. Third question, you will have noticed that 36 is both a triangular number and a square number. That is, 36 dots can be arranged perfectly both in a triangle and in square. അതായത് 36നെ നമുക്ക് ട്രയാങ്കുലർ നമ്പറിൻ്റെ ഷേപ്പിലും സ്ക്വയർ നമ്പറിൻ്റെ ഷേപ്പിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോട്ട്സ് വെച്ചിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ ഒരു പിക്ചർ എടുത്തിട്ടുണ്ട്. 36നെ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. 36 എന്ന് പറയുന്നത് 6 × 6 ആണ് 36. അപ്പോൾ നമുക്ക് കണ്ടോ, ഇങ്ങനെ 6ൻ്റെ ഡോട്ടുകളെ 6 ടൈംസ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്കിവിടെ കിട്ടും. അതേപോലെ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലും ഉണ്ടാക്കാൻ പറ്റും. അതായത് 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 ഇങ്ങനെ എഴുതിയാൽ, ഇങ്ങനെ എഴുതുന്നതാണ് 36 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ട്രയാങ്കിളായിട്ടും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നമ്മളിവിടെ മുകളിൽ കണ്ടതാണ്, അല്ലേ? ട്രയാങ്കിളിൽ നമ്മളിവിടെ 1 + 2 + 3 + 4 + 5 എഴുതിയപ്പോൾ 15 കിട്ടി. അതിൻ്റെ കൂടെ 6 കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 21 കിട്ടി. അതേപോലെ ഇവിടെ 1 + 2 + 3 + 4 + 5 + 7 + 8 വരെ എഴുതിയപ്പോൾ നമുക്ക് 36 കിട്ടി. ഇങ്ങനെ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. ദിസ് ഷോസ് ദാറ്റ് ദ സെയിം നമ്പർ ക്യാൻ ബി റെപ്രസെൻറ്റ് ഡിഫറെൻ്റ്ലി ആൻഡ് പ്ലേ ഡിഫറെൻറ്റ് റോൾസ് ഡിപ്പെൻഡിങ് ഓൺ ദി കോണ്ടെക്സ്റ്റ്. ട്രൈ റെപ്രസെൻറ്റിങ് സം അതർ നമ്പേഴ്സ് പിക്ടോറിയലി ഇൻ ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ നമുക്ക് സെയിം നമ്പറിനെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും നമ്പറിനെ നമുക്കിങ്ങനെ ഡിഫറെൻറ്റ് വേസിൽ പിക്ടോറിയലി റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മളോട് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേറെ ഏതെങ്കിലും നമ്പേഴ്സിനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്ന് നോക്കാൻ ചെയ്യാൻ പറ്റുമോ എന്ന്. ഓക്കെ, 6നെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം. നമ്പർ 6 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 1, 2, 3, 4, 5, 6 ട്രയാങ്കിളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 1, 2, 3, 4, 5, 6നെ നമുക്ക് ട്രയാങ്കിളായിട്ടും റെക്റ്റാങ്കിൾ ഷേപ്പിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഏത് നമ്പർ എടുക്കാം? 1 + 2 + 3 + 4 ഇത് ഏത് നമ്പറാണ്? 10. 10നെ നമുക്ക് പിന്നെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 1, 2, 3, 4, 5 1, 2, 3, 4, 5 ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ ട്രയാങ്കിളായിട്ടും റെക്റ്റാങ്കിളായിട്ടും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. അതേപോലെ ഇതിനെയും ട്രയാങ്കിളായിട്ടും റെക്റ്റാങ്കിളായിട്ടും. ഇതേതാണ്? 6. അപ്പോൾ നമ്മുടെ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.